ഞങ്ങൾക്ക് വളരെ ശുഭപ്രതീക്ഷയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല, കേരളത്തിൽ മൊത്തത്തിൽ UDF അനുകൂലമായിട്ടുള്ള ശക്തമായിട്ടുള്ള വികാരമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഡിസംബർ 13-ാം തീയതി മഹാഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും UDFൻ്റെ ഭരണസമിതികൾ നിലവിൽ വരും. സെമി ഫൈനലിലെ വിജയം ഫൈനലിലെ ഞങ്ങളുടെ വിജയത്തിന് ശക്തി കൂട്ടും. അപ്പോൾ വിജയം ഞങ്ങളെ സംബന്ധിച്ച് ഉറപ്പാണ്. തിരുവനന്തപുരം നഗരത്തിൽ 55 വാർഡുകൾ മിനിമം ഞങ്ങൾ പിടിക്കും. ഉറച്ച തീരുമാനമാണ്. 55 വാർഡുകൾ, കവടിയാർ, ശാസ്തമംഗലം, പേട്ട ഉൾപ്പെടെ ഉള്ള വാർഡുകൾ. അതിൽ കവടിയാർ ഞങ്ങളുടെ സിറ്റിംഗ് വാർഡാണ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ പ്രധാനപ്പെട്ട വാർഡുകൾ. ഞാൻ ശാസ്തമംഗലം എന്ന് പറയാൻ കാരണം, ശാസ്തമംഗലം പേട്ടയും BJPയുടെയും CPMൻ്റെയും മേയർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വാർഡുകൾ ഉൾപ്പെടെ ഇത്തവണ ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ദിവസം വരെയാണ് റിബലുകൾക്ക് സാധ്യതയെന്ന് പറഞ്ഞു. ഇപ്പോഴും നഗരസഭയിൽ 8 പേര് കരിങ്കുളം അതൊക്കെ പുറത്തു പോയി കഴിഞ്ഞു. നടപടി എടുത്തു. റിബലുകൾക്കെതിരായിട്ടല്ലേ നടപടി എടുക്കാൻ പറ്റും. CPMമാർക്കെതിരെ നടപടി എടുക്കാൻ പറ്റും. ഇപ്പോൾ ശ്രീകണ്ഠൻ മത്സരിക്കേണ്ട പഴയ ബ്യൂറോ ചീഫ്, ഞങ്ങൾക്ക് നടപടി എടുക്കാൻ പറ്റും. അത് CPM അല്ല എടുക്കണ്ടേ. ഞങ്ങൾ എടുക്കേണ്ട ആൾക്കാരൊക്കെ ഞങ്ങൾ എടുത്തു. ഇപ്പം ആരും ഞങ്ങളുടെ കൂടെ ഇല്ല. പുകഞ്ഞ കൊള്ളി പുറത്താക്കി കഴിഞ്ഞു റിബലുകളെ. തീരദേശമാണ് ഞങ്ങളുടെ ഏറ്റവും കരുത്തുള്ള മേഖല. കാരണം അവരുടെ എന്താ പറയുക, ആ വാർഡുകൾ നിർദാക്ഷിണ്യം വെട്ടിമുറിച്ച് അവരെ പ്രയാസത്തിലാക്കി. അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും ഇല്ലാതാക്കിയ സർക്കാരിനെതിരായിട്ടുള്ള വികാരം തീരദേശങ്ങളിൽ അതിശക്തമാണ്. അതുകൊണ്ട് ഞങ്ങൾ തീരദേശ പാക്കേജ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരിടുന്നത്. കോൺഗ്രസിന്റെ ഒരു MLA ഇപ്പോൾ ഒളിവിലാണ്. അദ്ദേഹത്തിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ബാധിക്കുന്നത്? കോൺഗ്രസിലെ MLAമാർ ഇപ്പോൾ പാർട്ടിയിലുള്ള MLAമാർ ആരും ഒളിവിലല്ല, എല്ലാവരും ഫീൽഡിലുണ്ട്. പാർട്ടിയിലില്ലാത്ത ഞങ്ങൾ മാറ്റി നിർത്തി ആരെങ്കിലും ഒളിവിൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ട പോലീസാണ്. അത് ഞങ്ങളുടെ ജോലിയല്ല. നേരത്തെ സംരക്ഷിച്ച് ഒന്നിച്ച് വേദിയിൽ കൊണ്ടു നടന്നു. അതാണ് ഇപ്പോൾ വലിയ തരത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികൾ ഉപയോഗിക്കുന്നത്. സസ്പെൻഷൻ നടപടിയുള്ള ഒരാളുടെ എന്ത് നടപടിക്കും പാർട്ടി ഉത്തരവാദിത്വമില്ല. ഒളിവിൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് സർക്കാരാണ്. ഇല്ല, അത് അദ്ദേഹം സ്വന്തം നിലയ്ക്കാണ്. ഇനി അങ്ങോട്ട് കയറ്റണ്ടെന്ന് പറഞ്ഞിട്ടുമുണ്ട് പാർട്ടി. ഒരു സസ്പെൻഡ് ചെയ്ത ആൾക്കാരെ പങ്കെടുപ്പിക്കരുത് എന്ന് തന്നെയാണ് പാർട്ടി കൊടുത്തിട്ടുള്ള നിലപാട്. ആരാണെങ്കിലും നേരത്തെ തന്നെ വ്യക്തമായ നിലപാട് എടുക്കാത്തത് ഒരു തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യ ഘട്ടത്തിൽ പാർട്ടിക്ക് പ്രതിസന്ധിയായോ? ഞങ്ങൾ നേരത്തെ എടുത്തു കഴിഞ്ഞല്ലോ. ഞങ്ങൾ എന്നെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ ഏതാണ്ട് പുറത്താക്കലിന് തുല്യമാണ്. ഇനിയിപ്പോൾ അത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ വീണ്ടും പുറത്താക്കേണ്ട കാര്യമില്ല. ഇത് രാഷ്ട്രീയത്തിൽ ആശയദാരിദ്ര്യം കാരണമാണ് ഇടതുപക്ഷം ഇതിങ്ങനെ എപ്പോഴും ഈ വാചകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. വീക്ഷണം ഒരിക്കലും ഒരു പത്രത്തിനോട് വിശദീകരണം ചോദിക്കില്ല. കാരണം പത്രസ്വാതന്ത്ര്യം ഞങ്ങളുടെ പാർട്ടി പത്രത്തിനും അനുവദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പത്രങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ അത് പാർട്ടി പത്രമാണെങ്കിലും പാർട്ടി ചാനലാണെങ്കിലും ഞങ്ങൾ ഇടപെടില്ല. ഉദിച്ചു ചേരുന്ന താരങ്ങളൊക്കെ വേണ്ട താരങ്ങൾ ഉദിച്ചു വരും, അല്ലാത്തത് അസ്തമിക്കും.